വാർത്തകളിലേക്ക് റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സന്ധി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അടിയന്തര സഹായത്തിനോട് മനുഷ്യത്വരഹിതമായിട്ടുള്ള വിധത്തിലുള്ള നടപടിയെടുത്തു. ആഗസ്റ്റ് 14 ഓപ്പൺ ചെയ്ത വിൻഡോയിലൂടെ നമ്മൾ കൊടുത്ത PDN ആപ്ലിക്കേഷൻ അത് ക്രൂരമായിട്ട് അവഗണിച്ചു. ബഡ്ജറ്റിൽ ഒരക്ഷരം പോലും ഈ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കാതെ അവസാനിപ്പിച്ചു. ഈ പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് സാസ്കിയിൽപ്പെടുത്തി ലോൺ തരാനുള്ള ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ളൊരു ലോണാണ്. സാസ്കിയിൽപ്പെടുത്തി ലോൺ തരാം എന്ന ഒരു വാഗ്ദാനം കേരളത്തിന് നൽകിയത്. ഇത് ലോണാണ്. കേരളം ആവശ്യപ്പെടുന്നത് ഉപാധിരഹിതമായി കേരളത്തിന് കിട്ടേണ്ട അവകാശമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് തരേണ്ട അവകാശങ്ങൾ കേരളത്തിന് ലഭ്യമായേ മതിയാകും. അതിനു പകരം ലോൺ തരാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, ആ ലോൺ തരുന്നതിനെക്കുറിച്ച് നമ്മുടെ ഡയറക്ടർ പുറത്തിറക്കിയിട്ടുള്ള നിബന്ധനകൾ അതിനേക്കാൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. 45 ദിവസം കൊണ്ട് അനുവദിക്കപ്പെട്ട 529 കോടി രൂപ ചെലവഴിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ പറയുകയാണ്. ഇത് കേരളം തിരിച്ചടയ്ക്കേണ്ട സംഖ്യയാണ്, അല്ലാതെ കേരളത്തിന് തരുന്ന ഒരു അഡീഷണൽ സഹായമോ ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യമോ അല്ല. ആ നൽകുന്ന സഹായം പോലും 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാവുക? ദ എമൗണ്ട് റിലീസ്ഡ് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ബൈ 31/3/2025. മാർച്ച് 31-നുള്ളിൽ അത് തിരിച്ചടച്ചില്ലെങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള പേടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. റിലീസ് ഫണ്ട്സ് ഇമ്മീഡിയറ്റ് ഏജൻസീസ് വിത്തൗട്ട് ആക്ച്വൽ പേയ്മെന്റ് ടു ഫൈനൽ റെസിപ്റ്റന്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ പറഞ്ഞാൽ ഈ എമൗണ്ട് ഏജൻസികളിലേക്ക് കൈമാറിയാൽ പോലും 31/3/2025 അത് നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു ക്രൂരമായ ബലിതം കേരളത്തിനോട് നടത്തുകയാണ്. കേരളത്തിന് ലോൺ അനുവദിക്കുന്നു. ലോൺ അനുവദിക്കുന്നത് എത്രയോ നിബന്ധനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അനുവദിക്കപ്പെടുന്ന ലോണിൽ ചെലവഴിക്കേണ്ട സംഖ്യ പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്. എന്ന് മാത്രമല്ല, ഒരു അടിയന്തര ഘട്ടത്തിൽ കേരളം ആവശ്യപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് കേരളം പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ 5ാമത്തെ കണ്ടീഷൻ, ഇത് അനുവദിക്കപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് വഴിമാറി ചെലവഴിച്ചാൽ കേരളത്തിന് സാധാരണ നൽകുന്ന ഡിവല്യൂഷനിൽ നിന്ന് അത് കട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ മാൻഡേറ്ററി ആയി കേരളത്തിന് തരുന്ന സഹായത്തിൽ നിന്ന് അത് കട്ട് ചെയ്യും എന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകളോടുകൂടിയാണ് ഒരു ലോൺ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ചൂരൽമലയിലെ ദുരന്തബാധിതരോടുള്ള സർക്കാരിൻ്റെ സമീപനത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് വേണം ഇതിനെ കാണാൻ. ഏറ്റവും തീർച്ചയായിട്ടും റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്രം അനുവദിച്ച വായ്പ അത് കേരളത്തിന് എങ്ങനെ ഉരാക്കുടുക്കായി മാറുന്നു എന്നുള്ളതാണ്. കേരളം ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രം കേരളത്തെ കൂടുതൽ ദുരിതത്തിലാക്കുകയും കുടുക്കിലാക്കുകയും കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ, ഇതിന്റെ തുടർച്ചയായ വാർത്തകൾ, സംസ്ഥാനത്തു നിന്നുള്ള മറ്റ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ, പ്രതിപക്ഷത്തിന്റെ അടക്കം പ്രതികരണങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ തേടാം.